ലൈവാണ്, നിങ്ങൾ ഇവിടെ കിടന്നിട്ട് തല്ലി പിടിക്കരുത്. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് വെണ്ണാക്കൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം. നൂബിൻ ചേട്ടൻ്റെയും ബിന്നി ചേച്ചിയുടെയും വീട്ടിൽ ഞാൻ 2 ദിവസമായി വന്നിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങില്ല. കാരണം നമുക്ക് പണിയൊന്നും എടുക്കണ്ടല്ലോ. ജസ്റ്റ് ലൈക്ക് എ ബിഗ് ബോസ് ഹൗസ്. വെറുതെ ഇരിക്കുക കഴിക്കുക. അപ്പോൾ ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കി തന്നു. എന്താ മീന് എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടേക്ക് വരും. ഇവിടത്തെ ബിഗ് ബോസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വെണ്ണ എങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാം എന്ന് നോക്കാം. ഇപ്പം കുറച്ച് ഫ്രിഡ്ജിനുള്ളിൽ കുറച്ച് യോഗട്ടിനല്ലേ വേണ്ട, എന്തെങ്കിലും ആയിക്കട്ടെ, യോഗട്ട് ഉണ്ട്. അപ്പം അതിനകത്ത് കുറച്ചേ ഉള്ളു, ബാക്കി എല്ലാവരും തിന്ന് വെച്ചേക്കുവാ. അതെ, പഞ്ചസാര എടുത്ത അവിടെ പഞ്ചസാര അവനെ കുറച്ച് കഴിച്ചാണ് താടിയിലൊക്കെ ഇരിപ്പുണ്ട് യോഗട്ട്. എന്തെങ്കിലും കഴിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കണം അല്ലേ? അതെ, പഞ്ചസാര ഇവിടെയൊക്കെ കൊണ്ടിട്ട് ഇതൊരു വൃത്തിപിശാചാണ് കേട്ടോ ഗായ്സ്. ഇവിടെ OCD വന്നിട്ട് ഒരു ബാച്ചിലർ, അതായത് 3 മാസം ഇങ്ങനെ ബാച്ചിലർ ആയിട്ട് ഇരിക്കുവായിരുന്നു. പക്ഷെ അതിന്റെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കാണുന്നില്ല. എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട്. അതുകൊണ്ട് ബിന്നി വളരെ ഒരു ലക്കിയായിട്ടുള്ള ഭാര്യയാണ്. ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങോട്ട് തന്നെ OCD കൂടിയായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മാത്രം മതി. കിട്ടത്തില്ല, കാരണം എടുത്തു ഒരു വീസേ ഉള്ളു എടുത്തു. അപ്പൊ കഴിച്ച് നമ്മള് പഞ്ചസാര എടുത്തിട്ട് ഇടാൻ നോക്കി ഇഷ്ടം അല്ല. അയ്യടി, ഇത് ഞാൻ എങ്ങോട്ട് എടുക്കുക. ഇവിടെ തിന്നാനായിട്ട് ഒരു സാധനം വാങ്ങിച്ചു വെച്ചോ? നിങ്ങള് വെച്ചോ? 5-6 മാസം 3 ആഴ്ചയായി. കുഴപ്പമില്ല. ഇതിലേക്ക് എന്തും പോവും. എക്സ്പയറി ആയതോ അതൊന്നും യാതൊരു പ്രശ്നമില്ല. ബിഗ് ബോസ് ഹൗസിൽ ബിബിയില് മറ്റേ ചപ്പാത്തി കുഴച്ചിട്ട് ഈച്ച വന്ന ചപ്പാത്തി വെച്ചിട്ട് കഴിക്കേണ്ടി വന്നു. അത് നോക്കുന്നില്ലേ? മറ്റേ അനുവും ശരത്തേനും കൂടെ ജയിലിൽ പോയി കിടന്ന് കുഴച്ചത്. അതെനിക്ക് ഓർമ്മയില്ല. ഇറന്നാക്കി പട്ടിയുടെ ഇറന്നാക്കി പട്ടി, നാണമില്ലാത്ത സ്ത്രീ. നോക്കിട്ട് ഇങ്ങോട്ട് മറന്നു നിക്കല്ലത്. ഇതേപോലെ വല്ലപ്പോഴൊക്കെ നാട്ടുകാരൊന്ന് കാണട്ടെ. നിങ്ങളെ വൈഫ് ബിഗ് ബോസിൽ പോയതിനു ശേഷം പിന്നെ സ്ക്രീനിൽ കാണുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ബാബാ, ഇതേപോലെ ഒരു തങ്കപ്പെട്ട ഒരു ഒത്തിരി ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അയക്കുന്നത് കൊറേ ഉണ്ടോ. അയ്യോ, എത്ര പേരാ ഹായ് 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 എല്ലാവർക്കും. ആരാണ് ഇതിനൊക്കെ? ഇത് കണ്ടില്ല, കലക്കി വെക്കുന്നതിന് മുന്നേ തന്നെ എടുത്തോണ്ട് പോയ എന്റെ ഇതാവുമ്പോ എന്താണെങ്കിലും നോമിനേഷൻ കൊടുത്തിട്ട് ജയിലിൽ എന്തായാലും പറഞ്ഞിട്ടാവില്ല. കൂടി പോയിക്കില്ല, കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്ത് പറഞ്ഞിട്ട് അത്രയല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. പഞ്ചസാര കൂടിപ്പോയി. ഞാൻ സത്യമായിട്ട് ബിഗ് ബോസിൽ പോയപ്പോ ഇവന് ഒരു 2 കിലോ പഞ്ചസാര മേടിച്ചോണ്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അന്നേ. പക്ഷെ അവര് കയറ്റി വിട്ടില്ല ഗൈസ്. ആകെ ഇത്രയും യോഗട്ടുള്ള അതിന് ഇത്രയും പഞ്ചസാര. ഞങ്ങൾ പോവാണ് കാണണമെങ്കിൽ നെവിനെ കാണണമെങ്കിൽ വരാം. എന്നെയല്ല, എന്നെ എപ്പോഴും കാണാൻ പറ്റൂല. എന്നെ ആരും കാണാൻ വേണ്ട. നിന്നെ കാണുന്ന എന്ത് കാണുന്ന പറയും ഗൈസ്. ഞങ്ങളിപ്പോ 3:54 എത്ര മണിക്കാണ് ലുലു പോണേ? ഇവിടുത്തെ മേക്കപ്പ് ഒക്കെ എന്റെ മേക്കപ്പ് 1 മണിക്കൂറുണ്ട്. ഇവന്റെ ആണല്ലോ ഇപ്പം സെലിബ്രിറ്റി. ഇവന്റെ ടൈം അനുസരിച്ചാണ് ഇപ്പൊ എല്ലാം നമ്മള് തീരുമാനിക്കുന്നത്. അപ്പൊ കാശ് ഞാൻ ഒഫീഷ്യലായിട്ട് മാനേജറിനെ വെച്ചിട്ടുണ്ട് ഇവിടെ. മാനേജർ. ഓക്കെ, അപ്പൊ ഒരു 4:30 ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം ലുലുവിൽ നമ്മൾ കറങ്ങുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പല വെറൈറ്റി രീതികളിലായിരിക്കും വരുന്നത്. പുതിയ കോലത്തിലായിരിക്കും വരുന്നത്. ശരിക്കും പറയാമോ? അതെ, എന്റെ പൊന്നെ. എനിക്ക് നാണമില്ല. ഞാൻ കേരളം കത്തിക്കും. ഞാൻ അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പൊ എന്റെ പുതിയ ലുക്കിൽ നിങ്ങള് കാണാൻ റെഡി ആയിട്ട് നിൽക്കുക. ശരിക്കുള്ള ബിഗ് ബോസിന് കാണാൻ കേട്ടാക്കുന്നതുള്ള ബിഗ് ബോസ് വീട്. ഇനിയിപ്പോ എന്റെ വീട്, എന്റെയും വീട്. അപ്പൊ ഇവർക്ക് 2 പേർക്കും ജനിക്കാണ്ട് പോയ കുഞ്ഞനിയനാണ് ഞാൻ. അതിലെനിക്ക് വിഷമമൊന്നുമില്ല ഗൈസ്. ഇവന്റെ തീറ്റ കാണുമ്പോ തീരെയില്ല. പക്ഷെ ഇവൻ ബിഗ് ബോസ് പോലെ കഴിക്കുന്നില്ല. പോയില്ല.
ഞാനും എന്താ കട്ട് തിന്നുന്നതിന് വേറെ ടേസ്റ്റ് അല്ലേ? സത്യം കട്ട് തിന്നുന്നത് തൊട്ടപ്പോഴെങ്കിലും പറമ്പുണ്ടോ? പറമ്പുണ്ട് തോതാ. ഞാൻ അവിടെ പോയിട്ട് ചേമ്പ് മോഷ്ടിച്ചാൽ. അത് ചേമ്പില്ലടാ, കപ്പയാ. കപ്പ ഇല്ല, കപ്പളങ്ങ ഉണ്ട്, ചേനയുണ്ട്. അവിടെ വാഴക്കൊല പഠിച്ചിരിക്കുന്ന ഞാൻ കാണിച്ചതാ. ദൈവമേ, ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടും നിൽക്കുക. ഗായ്സ്, ആ പൂത്ത് നിൽക്കുന്ന കൊല കണ്ടോ? കാണുന്നില്ലല്ലോ. നിങ്ങൾ ആ വാഴക്കൊല കാണുന്നുണ്ടോ? എവിടെ പോയി? ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ കണ്ടോ വാഴയുടെ കൊല. അതെന്താണെങ്കിലും ഉറപ്പായിട്ടും നാളെ തന്നെ പത്രത്തിൽ അച്ചടിച്ചു വരും. ഇതിനു വേണ്ടി വാദിക്കാനൊക്കെ ഇപ്പൊ ആൾക്കാരുണ്ട്. അതെ, എന്നെ തൊട്ടാ കേരളം ഇളകി മറിയും. ഒന്നുമില്ലെങ്കിൽ ഇവൻ ഇത് കഴിച്ചു കഴിയുമ്പോഴെങ്കിലും ഇളകും. അരമണിക്കൂർ കഴിയുമ്പോ കുറച്ചെങ്കിലും നിന്നേക്കാളെങ്കിലും അറിയാവണ്ടേ? ഇത്രയും പ്രതീക്ഷയില്ലല്ലോ. എല്ലാവർക്കും സുഖമല്ലേ ഗായ്സ്? എനിക്ക് കുറെ പേര് സ്നേഹാന്വേഷണങ്ങൾ പറയുന്നുണ്ട്, മെസ്സേജ് പറയുന്നുണ്ട്. എന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും എനിക്ക് മെസ്സേജിന് റിപ്ലൈ പോലും കൊടുക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. അതിനിടക്കാണ് ഞാൻ 2 ദിവസം ഇവിടെ വിശ്രമവേള ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂരിൽ എങ്ങോട്ടേക്ക് വന്നത്? തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇവിടെ എനിക്ക് പീഡനങ്ങളാണ് ഗൈസ്. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഞാനൊരു കാര്യം കേട്ടെ, എനിക്ക് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ആവശ്യമുണ്ട്. അവള് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവം സൃഷ്ടിച്ചത് നമ്മളെ ഇണയനെ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ അവള് മാത്രം ഇപ്പം ഭയങ്കര ഒരു ഏകാന്തവാസത്തിലാണ്. ഏകാന്തതയുടെ അപാര തീരങ്ങളിലേക്ക് അവളിപ്പോ മൂക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോ ഇവൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു പുരുഷനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കാണിച്ചു തരണം. ഇവിടെ അമ്മിണി എന്നാണ് അവളുടെ പേര്. നോക്ക്, അമ്മിണി ബാഡി ഇവിടെ കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ത്രീ. കണ്ടല്ലോ. ഹലോ സ്ത്രീ, വാ. അപ്പൊ ഇവൾക്ക് ഭയങ്കരമായിട്ടൊരു ചില സമയത്ത് സൈക്കോനെ പോലെയൊക്കെ പെരുമാറുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇവക്കൊരു ഒരു ആൺതുണയെ കൂടി ഉണ്ടെങ്കിൽ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പെങ്കിലും പറഞ്ഞിരുന്നു. അപ്പോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രേ പാരറ്റിന്റെ പുരുഷന്റെ വേർഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് DM ചെയ്യാം. ഗ്രേ പാരറ്റ് തന്നെ വേണം. ചാരത്തത്ത, മലയാളത്തിൽ ചാരത്തത്ത എന്ന് പറയും, ഞാൻ പറയും. അമ്മിണിന്ന് മോതിരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മിണിന്ന് കണ്ടോ? കാലില് കാണിച്ചു തരാം. റിങ് കണ്ടോ? അവള് ആള് ചിലത്തിയ അമ്മിണി കണ്ടോ? അപ്പൊ ഇത് നൂബിളിന്റെയും ആയിരിക്കുന്ന സാധനം നൂബിളിന്റെയും ഡോക്ടർ അല്ലല്ല പറഞ്ഞുതരാം, കാണിച്ചു തരാം കേട്ടോ. ഇത് നൂബിളിന്റെയും ടുട്ടൂമ്മയുടെയും ഏക തത്തയാണ്. ഈ പേര് ടുട്ടൂമ്മ എന്നുള്ള പേര് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഊറ്റിയെടുത്തതാ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? നോക്കൂ ടുട്ടൂമ്മേനെ, നോക്ക് ടുട്ടൂമ്മ 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 ടുട്ടൂമ്മ. അല്ല ഡോക്ടറല്ല, ഡോക്ടറെ ടുട്ടൂമ്മ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? അക്ബറിനെ അങ്ങനെ വിളിക്കണേന്ന് പറഞ്ഞപ്പോ ഇവളെ പണ്ട് പോലെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നേന്ന്. അതെ, ടുട്ടൂമ്മ. പക്ഷെ അത് ഈ ലോകം മുഴുവനായിട്ട് ഞാൻ റെക്കോർഡ്, അതായത് ടെലികാസ്റ്റ് ചെയ്യുന്ന എന്റെ അടുത്ത് തന്നെ ടുട്ടൂമ്മ. അതെ, വീട്ടില് വിളിക്കുന്ന പേരിപ്പം 2 പേരുണ്ട്. ഒന്ന് ടുട്ടു, ടുട്ടു, ഒന്ന്
ഇനി അതിന്റെ കൂടി കൊള്ള കുഞ്ഞാച്ചി. എവളെ കൊണ്ടാണ് ഇതിന്റെ കുഞ്ഞാച്ചി എന്ന് വിളിക്കാൻ തോന്നുന്നത് അല്ലേ? ശരി ഗായ്സ്, അപ്പൊ see you guys, bye.